എരുമേലി പഞ്ചായത്തിലെ പാക്കാനം ഇഞ്ചിക്കുഴിയിൽ കഴിഞ്ഞ ദിവസം വളർത്തുന്ന നായയെ കടിച്ചുകൊന്നത് പുലിയാണെന്ന സ്ഥിരീകരണം. പുലിയെ പിടികൂടുവാൻ കൂട് സ്ഥാപിക്കുവാൻ ഒരുങ്ങി വനം വകുപ്പ്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് പാക്കാനം ഇഞ്ചിക്കുഴി കലങ്ങോട്ടിൽ ഷാജിയുടെ വളർത്തുന്ന നായയെ അജ്ഞാത ജീവി കടിച്ചുകൊന്നത്. പാതി ഭക്ഷിച്ച നിലയിലായിരുന്നു കണ്ടെത്തിയത്. പ്രദേശത്ത് വന്യമൃഗശല്യം രൂക്ഷമാണ്. ഇതിനെ തുടർന്ന് ഷാജിയും കുടുംബവും 2 വർഷം മുമ്പ് തന്നെ ഈ വീട്ടിൽ നിന്നും മാറി വേറൊരു വാടക വീട്ടിലായിരുന്നു താമസം. രാത്രികാലങ്ങളിൽ ഷാജി വളർത്തുന്ന നായയെ തുറന്നുവിടാറുണ്ട്. കഴിഞ്ഞ ദിവസം തുറന്നുവിട്ടിരുന്നില്ല. ശനിയാഴ്ച രാവിലെ ഭക്ഷണം കൊടുക്കുവാൻ ചെന്നപ്പോഴാണ് വളർത്തുന്ന നായയെ പുലി കടിച്ചുകൊന്ന പാതി ഭക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. സമീപത്തായി പുലിയുടേതിന് സമാനമായ കാൽപ്പാടുകളും കണ്ടെത്തിയിരുന്നു. വനം വകുപ്പ് അധികൃതരെ നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുവാൻ ക്യാമറ സ്ഥാപിക്കുകയും ചെയ്തു. ഞായറാഴ്ച രാവിലെ ക്യാമറയുടെ മെമ്മറി കാർഡ് പരിശോധിച്ചപ്പോൾ ഉദ്യോഗസ്ഥർക്ക് പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുന്ന ദൃശ്യങ്ങൾ ലഭിച്ചതായാണ് സൂചന. തുടർന്ന് പുലിയെ പിടികൂടുവാൻ കൂട് സ്ഥാപിക്കാൻ ഒരുങ്ങുകയാണ് വനം വകുപ്പ്. വനാതിർത്തി മേഖലയെങ്കിലും നിരവധി കുടുംബങ്ങൾ പാർക്കുന്ന പ്രദേശമാണ് ഇഞ്ചിക്കുഴി മേഖല. മുണ്ടക്കയം എരുമേലി പഞ്ചായത്തുകളുടെ അതിർത്തി പ്രദേശമായ ഇവിടെ മുൻപും വളർത്ത നായകൾക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പുലിയുടെ ആക്രമണമാണെന്ന സ്ഥിരീകരിക്കുവാൻ വനം വകുപ്പ് തയ്യാറായിരുന്നില്ല. കഴിഞ്ഞ 1 വർഷത്തിനിടെ 15ലധികം വളർത്ത നായകളെയാണ് അജ്ഞാത ജീവി ആക്രമിച്ച് കൊന്നത്. പുലിയുടെ ആക്രമണമാണെന്ന് നാട്ടുകാർ ഉറപ്പിച്ച് പറയുമ്പോഴും വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല. വളർത്തു നായകൾക്കെതിരെ ആക്രമണം രൂക്ഷമായതോടെ പ്രദേശത്തെ ജനങ്ങളും കടുത്ത ഭീതിയിലാണ്. മിനിഞ്ഞാന്ന് രാത്രിയിലാണ് വന്ന് പട്ടിയെ കൊണ്ടുപോയത്. ഇന്നലെ രാവിലെ തീറ്റ കൊടുക്കാനായിട്ട് വന്നപ്പം പട്ടിയെ കൊന്നിട്ടിരിക്കുന്നു. നിരന്തരമായ ശല്യമാണ്. കടുവയുടെയും പുലിയുടെയും കാട്ടുപോത്തിൻ്റെയും മ്ലാവിൻ്റെയും എല്ലാം ഭയങ്കര ശല്യമാണ്. നിരന്തരമായിട്ട് പാക്കാന ഇഞ്ചക്കുഴി എന്ന ഏരിയ മുഴുവൻ 5-8 പട്ടിയെ കൊണ്ടുപോയി പുലി. അതല്ലാതെ ഞങ്ങൾക്ക് പോത്തിൻ്റെ ശല്യം കൊണ്ട് റബ്ബർ തൈകൾ മുഴുവൻ ഒഴിച്ചു കളയുകയാണ്. അതിനെന്തെങ്കിലും പരിഹാരം സർക്കാർ കാണണം. അത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ. രാത്രിയിൽ പുറത്തിറങ്ങുവാൻ പോലും പലരും മടിക്കുകയാണ്. വന്യജീവി ആക്രമണം ഭയന്ന മറ്റ് പ്രദേശങ്ങളിലേക്ക് ചേക്കേറുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. സാധാരണക്കാരായ ആളുകൾ താമസിക്കുന്ന മേഖലയിലെ ജനങ്ങളുടെ പ്രധാന വരുമാന മാർഗം കൃഷിയും കൂലിപ്പണിയുമാണ്. എന്നാൽ വന്യജീവി ശല്യം വർദ്ധിച്ചതോടെ തങ്ങളുടെ ഉപജീവന മാർഗം തന്നെ നിലച്ച അവസ്ഥയിലാണെന്ന് ഇവർ പറയുന്നു. കഴിഞ്ഞ വർഷം ഇതിന് സമീപ മേഖലയായ പുലിക്കുന്ന് പന്തികളം ഭാഗത്തു നിന്നും ജനവാസ മേഖലയിൽ ഇറങ്ങിയ പുലിയെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കൂടുവെച്ച് പിടികൂടിയിരുന്നു. പാക്കാനം കാരശ്ശേരി മേഖലയിൽ ജനങ്ങളുടെയും വളർത്തുമൃഗങ്ങളുടെയും ജീവന ഭീഷണിയായി ജനവാസ മേഖലയിലെത്തുന്ന പുലിയെ കൂടുവെച്ച് പിടികൂടി പ്രദേശത്തെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഫെസ്റ്റ് ന്യൂസ്, മുണ്ടക്കയം.